ഇന്നലെ വൈകുന്നേരം ഏകദേശം 6 മണിക്ക് നമ്മുടെ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് ഒരു ആൻറ്റി സോഷ്യൽ ഒരു റൗഡി ഹിസ്റ്ററി ഷീറ്ററിൻ്റെ വീട് ആംഗമാലി പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു. സോ ആ സമയത്ത് ഈ ആർ എച്ച് എസിലെ കൂടി ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരും ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ഡി ഐ ജി സർക്കാർ അയച്ചു. സാർ അവർ ആരൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ? അവരുടെ പേര് അത് പേര് പറയാൻ പറ്റിയിട്ടില്ല, കാരണം അത് ഒരു ഓഫീഷ്യലി നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. സോ 3 കോൺസ്റ്റബിൾ ആണ്, പിന്നെ ഒരു DYSP ലെവൽ ഓഫീസറാണ്. ഇവരെ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് റിപ്പോർട്ട്? അത് റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളുണ്ട്, ഇപ്പോൾ തുറക്കായിട്ട് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ആൻറ്റി സോഷ്യൽ ഗുണ്ടാസിനെതിരെ ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് റെയ്ഡ് ഉണ്ടായിരുന്നു. സോ പ്രത്യേകിച്ചും ആ വീട് നമ്മുടെ ഈ സെർച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. സോ ഇന്നലെ വൈകുന്നേരം കുറച്ച് മൂവ്മെൻറ്റ് നോക്കുമ്പോൾ ഉടൻ തന്നെ പോലീസ് പോയിട്ട് അവിടെ റെയ്ഡ് നടത്തിയിരുന്നു. സോ അവിടെ കണ്ട ഒരു DYSP സ്വാഭാവികമായിട്ട് അവിടെ നേരത്തെ സസ്പെൻഷൻ മറ്റൊക്കെ നേരിട്ട ആളാണ്, കാസർഗോഡ് മോശപ്പെട്ട ആളാണെന്നാണ്. അത് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം നമ്മുടെ ജില്ലയിലുള്ള പോലീസ് സ്റ്റേഷനോട് കൊണ്ടുവന്നായിരുന്നു. ഇത് എല്ലാവരും അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. DYSP അവിടെ ഉണ്ടായിട്ടില്ല ആ സമയം. പിന്നെ ഇത് ഈ 2 പേർക്ക് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കി 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി തുറപ്പുള്ള നടപടികൾ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്തു. ഇവരെ പോലീസ് വാഹനത്തിലാണോ വന്നത്? അല്ല, അത് നമുക്ക് വിശദമായി എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രം പറയാൻ പറ്റും. ഇപ്പോൾ തത്കാലമായി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഞാൻ ഓൾറെഡി കൈമാറി. അത് നമ്മുടെ ജില്ലയിലുള്ള മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു, 2 പേര് സസ്പെൻഡ് ആയിരുന്നു. സോ അത് ബന്ധപ്പെട്ട നടപടി ഉണ്ടാവും. അത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് കൈമാറി.